ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ പ്രിയപുത്രൻ മുഖാന്തരം തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ഒക്കെ അർപ്പിക്കുന്നു. നമ്മുടെ രക്ഷാനായകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കട്ടെ. പ്രത്യേകാൽ ക്രമീകരിക്കപ്പെട്ട ഈ സമയത്ത് നമ്മുടെ സാധാരണ യോഗങ്ങളിൽ നിന്നും നേരത്തെ ഇങ്ങനെ കർത്തൃസന്നിധിയിലേക്ക് കൂടി വരുവാൻ ദൈവവചന പഠനത്തിനായി ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ നിങ്ങൾ കാണിക്കുന്ന ഫ്ലെക്സിബിലിറ്റിക്കായി ഞാൻ നിങ്ങളേവരോടും നന്ദി ഉള്ളവനുമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മറ്റ് മീറ്റിങ്ങുകളും ക്യാൻസലാക്കാതെ സംബന്ധിപ്പാനായിട്ട് ഇടയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വേഗത്തിൽ തന്നെ തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നു. എബ്രായ സഭയ്ക്ക്, എബ്രായ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. ആ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. ഹീബ്രൂസ് 2:11 ഒന്നും കൂടെ വായിച്ചാട്ടെ. എബ്രായർ 2:11 ഒന്നും കൂടെ വായിക്കാം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെട്ടവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് വായിക്കണോ? മതി. നമ്മളതിന്റെ ആദ്യത്തെ വാചകം മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളല്ലോ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും സ്തോത്രം ഒരുവനല്ലോ പിതാവ്. നമ്മൾ ആ ഭാഗത്താണല്ലോ നിൽക്കുന്നത്. അവിടെ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് വിശുദ്ധീകരണം എന്നതിൻ്റെ അല്പം ചില വശങ്ങളായിരുന്നുവല്ലോ. സ്തോത്രം. അവിടെ വിശുദ്ധീകരിക്കുന്നവൻ യേശുക്രിസ്തുവാണെന്നും വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ ഓരോരുത്തരുമാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായിട്ട് ഇന്നലെയും മിനിയാന്നും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് വിശുദ്ധീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചായിരുന്നു. നമ്മളതിനെ 3 ഭാഗങ്ങളായിട്ടാണ് കണ്ടത്. അതിനെ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്ന് പൊതുവായി പറയാം. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. അതിനെ മറ്റൊരു രീതിയിലും 3 പറയാം. പൊസിഷണൽ ഹോളിനെസ്, പ്രോഗ്രസീവ് പ്രാക്ടിക്കൽ ഹോളിനെസ്, പിന്നെ അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ. തേജസ്കരണത്തിന് ആത്യന്തിക വിശുദ്ധീകരണം എന്നും കൂടെ ഒരു പേരുണ്ട്. അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ കംപ്ലീറ്റ്സ്. അതോടുകൂടെ വിശുദ്ധീകരണം തീരുകയാണ്. തീരുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവുകയാണ്. അങ്ങനെ വിശുദ്ധീകരണത്തിന്റെ 3 തലങ്ങളെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആണെന്നും 2 പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടവരാണെന്നും നമ്മൾ പഠിച്ചു. പൊസിഷണലി
In Christ we are sanctified. And therefore, God considers us holy. മാക്കാർത്തർ അതിനെക്കുറിച്ച് പറഞ്ഞത്, we don't need to act as holy, we are holy. നമുക്ക് വിശുദ്ധന്മാരെ പോലെ ഇടപെടേണ്ടതില്ല, നമ്മൾ വിശുദ്ധന്മാർ ആണ്. എങ്ങനെ? യേശുക്രിസ്തുവിൽ. അതുകൊണ്ടാണ് ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ സ്വീകരിച്ചത്, നമ്മെ കൈക്കൊണ്ടത്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് നാം വിശുദ്ധന്മാരാണെന്ന് അവകാശപ്പെടാം. സ്തോത്രം. വിശുദ്ധന്മാരാണെന്ന് അവകാശപ്പെടാം. ക്രിസ്തുവിൽ ദൈവം നമ്മെ വിശുദ്ധന്മാരായിട്ട് അംഗീകരിച്ചതുകൊണ്ട് നമുക്ക് വിശുദ്ധന്മാരെന്ന് അവകാശപ്പെടുന്നതിൽ തെറ്റില്ല. വിശുദ്ധന്മാരെന്ന് സംബോധന ചെയ്യുന്നതിലും തെറ്റില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ലേഖനങ്ങളിൽ വിശുദ്ധന്മാർ എന്ന് അവരുടെ വായനക്കാരെ, റെസിപ്പിയൻസിനെ സംബോധന ചെയ്തത്. നമുക്കും അങ്ങനെ ചെയ്യാം. സ്തോത്രം. അതിൻ്റെ അർത്ഥം നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരായി എന്ന് അല്ല. ആ തികവിലേക്കുള്ള യാത്രയിലാണ് നാം. സ്തോത്രം. ആ പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിലാണ് നമുക്ക് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ബാലശിക്ഷകളാലും ഒക്കെ ശുദ്ധീകരണം വേണ്ടിവരുന്നത്. സ്തോത്രം. ഈ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, പ്രായോഗിക വിശുദ്ധീകരണത്തിൽ, അനുദിന വളർച്ചയിൽ നമ്മുടെ വിശുദ്ധീകരണത്തിന് ഈ വിധ മാധ്യമങ്ങളൊക്കെ വേണം. ദൈവത്തിൻ്റെ വചനത്താലുള്ള, പരിശുദ്ധാത്മാവിനാലുള്ള, ബാലശിക്ഷകളാലുള്ള ശുദ്ധീകരണമൊക്കെ. സ്തോത്രം. അതിൽ ആത്യന്തികമായും ദൈവമാണ് നമ്മെ ഈ പ്രക്രിയകളിലൂടെയൊക്കെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആണ് നമ്മൾ 1 തെസ്സലോനിക്കർ 5:23 സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് വായിച്ചത്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. സ്തോത്രം. എന്നാൽ ഒരു പാപിയായ മനുഷ്യനെ, സ്തോത്രം, ഒരു പാപിയായ മനുഷ്യനെ, എല്ലാ മനുഷ്യരും പാപികളാണല്ലോ, ഏറ്റവും ആദ്യം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരത്തക്കതുപോലെ വിശുദ്ധീകരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് എന്നാണല്ലോ നാം കണ്ടത്. ഇന്നലെ നാം ആ വിഷയം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്, കർത്താവായ യേശു തൻ്റെ ശരീരയാഗത്താൽ നമ്മെ ശുദ്ധീകരിച്ചു എന്നാണ്. ക്രിസ്തു തൻ്റെ ശരീരയാഗത്താൽ നമ്മെ ശുദ്ധീകരിച്ചു എന്ന് വെച്ചാൽ അതിൽ 2 പ്രധാനപ്പെട്ട വശങ്ങൾ. ഒന്ന്, ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി. ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി. 2, അങ്ങനെ പാപം പോക്കിയത് കൊണ്ട്, നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, പിതാവായ ദൈവത്തിനായിട്ട് നമ്മളെ വേർതിരിച്ചു. പിതാവായ ദൈവത്തിനായി നമ്മളെ വേർതിരിച്ചു.
So Jesus becomes our sanctifier in these two particular ways. One, he cleanses with his blood. He atones for our sins by his blood. And thus, at the second stage, he set us apart for the Father, or he purchases for the Father. ഈ രണ്ട് രീതികളിലാണ് പ്രധാനമായും ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഒന്ന്, തൻ്റെ രക്തത്താൽ നമുക്ക് പ്രായശ്ചിത്തമാകുന്നു. തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കുന്നു. രണ്ട്, പിതാവായ ദൈവത്തിനായിട്ട് നമ്മളെ വേർതിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച ഒരു ഭാഗം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ആ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് 1-ാമത്തെ അധ്യായം 5 മുതൽ 4 മുതലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് 4 മുതൽ തന്നെ വായിച്ചാട്ടെ. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ വന്ദനം കഴിഞ്ഞതിന് ശേഷം ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിനെ പറ്റി അടുത്ത വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചാലും, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവനെ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. സ്തോത്രം. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള വളരെ വിശാലമായ പരാമർശമാണ് ആ 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ നമുക്കുള്ളത്. വെളിപ്പാട് പുസ്തകം പഠിച്ച സമയത്ത് ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് വിശദമായിട്ട് പഠിച്ചിരുന്നു. അന്ന് ഇല്ലാതിരുന്ന ചിലരൊക്കെ ഇന്നുണ്ട് എന്നത് ഞാൻ ഓർക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മൾ എബ്രായർ 2:11 പഠിക്കുന്ന യേശു നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ എന്ന ചിന്ത, എന്ന സന്ദേശം ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വിശദമാക്കുന്നു. അവിടെയാണ് 2 കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. അവിടെ യോഹന്നാൻ പറയുന്നു, നമ്മെ സ്നേഹിക്കുന്നവനും പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ പാപം പോക്കി സ്തോത്രം, നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്. കണ്ടോ? തന്റെ രക്തത്താൽ വിടുവിച്ച് നമ്മുടെ പാപങ്ങളെ യേശു പോക്കുന്നു. He blots out our sin with his blood. He atones with his blood for our sins. അപ്പൊ നമ്മുടെ പാപങ്ങൾക്ക് തന്റെ രക്തത്താൽ യേശു പ്രായശ്ചിത്തമാകുന്നു. എന്നിട്ട് നമ്മുടെ പാപങ്ങളെ കഴുകുന്നു, പോക്കുന്നു. അങ്ങനെ പല പദങ്ങളുണ്ട്. നമ്മൾ ആ ഭാഗങ്ങളിലേക്കും പോകുന്നില്ല. ഇവിടെ പോക്കുന്നു എന്ന പദമാണ്. അതാണ് വിശുദ്ധീകരണത്തിന്റെ 1-ാം ഭാഗം. അതുതന്നെയാണ് നമ്മൾ എബ്രായർ 10:10 10:14 13:12 കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുന്നവൻ.
തന്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുന്നത്. ഇങ്ങനെയാണ് രക്തത്താൽ വിടുവിക്കുന്നത്. രക്തത്തെ മറുവിലയായി നൽകുന്നു. രക്തം എന്നതിന് ജീവൻ എന്നും ഒരർത്ഥമുണ്ട്. ജീവൻ, ലൈഫ്. അതും മറ്റൊരു പഠന വിഷയമാണ്. രക്തവും ജീവനും. സ്തോത്രം. യേശു തന്റെ രക്തം നൽകിയെന്നും ക്രിസ്തു തന്റെ ജീവൻ നമുക്ക് വേണ്ടി വെച്ച് തന്നു എന്നും ഒക്കെ പ്രയോഗങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലൈഫ് ആൻഡ് ബ്ലഡ്, ജീവൻ, രക്തം എന്ന പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വെളിപ്പാട് 1:6 യോഹന്നാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 രീതിയിൽ. ഒന്ന്, തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കുന്നു. സ്തോത്രം. 2, പിതാവായ ദൈവത്തിനായിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങുന്നു. സ്തോത്രം. അവിടെ പറയുന്നു, രാജാക്കന്മാരും അല്ലെങ്കിൽ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുന്നു പിതാവിന് വേണ്ടി. എന്ന് വെച്ചാൽ he sets us apart for the Father. Sets us apart for the Father. സ്തോത്രം. നമ്മെ പിതാവിന് വേണ്ടി വേർതിരിച്ചു വയ്ക്കുകയാണ്. സ്തോത്രം. വേർതിരിച്ചു വയ്ക്കുകയാണ്. So he, by his blood, sets us free from sin, sin's clutches, sin's rights upon us, sin's consequences upon us. And then he frees us, sets us apart for the Father. ഇപ്പൊ തന്റെ രക്തത്താൽ ഒന്ന്, നമ്മെ വിടുവിക്കുന്നു പാപത്തിൽ നിന്ന്, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, പാപത്തിന്റെ പണിഷ്മെന്റ്, കണ്ടംനേഷൻ, ശിക്ഷാവിധിയിൽ നിന്ന്, പാപത്തിന്റെ കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങളിൽ നിന്ന് ഒക്കെ തന്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുന്നു. So freeing us is the first part of sanctification. പിന്നെ നമ്മളെ പിതാവിന് വേണ്ടിയിട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ പിതാവിനായി നമ്മെ വേർതിരിച്ചു വയ്ക്കുന്നു. ഇത് രണ്ടും യേശു തന്റെ രക്തത്താൽ ചെയ്തു. പിതാവിനായി നമ്മെ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങുന്നു എന്നർത്ഥം. Paying his blood as the ransom, he purchases us, or he purchased us. He bought us with his blood. തന്റെ രക്തത്താൽ നമ്മെ വാങ്ങുന്നു. സ്തോത്രം. വാങ്ങി പിതാവിനായി നമ്മെ വേർതിരിക്കുന്നു. നമ്മൾ ഇന്നലെയും 1 കൊരിന്ത്യർ 6 അധ്യായത്തിൽ നിന്ന് ആ കാര്യം കണ്ടിരുന്നു. സ്തോത്രം. നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. സ്തോത്രം. 1 കൊരിന്ത്യർ 7 അധ്യായത്തിന്റെ 22 വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട്. 1 Corinthians 7:22. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാണ്. അടുത്ത വാക്യം 23 പ്ലീസ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 6:19-20 പറഞ്ഞ കാര്യം 7:23 പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതാണ് നമ്മൾ ഇന്നലെയും നമ്മുടെ ക്ലാസ്സിലായിരുന്നെന്ന് തോന്നുന്നു. അതോ മറ്റേതോ ക്ലാസ്സിലായിരുന്നോ?
ഒന്ന് പത്രോസ് 1:18-19 വാക്യങ്ങളിൽ കാണുന്നത് വ്യർത്ഥവും പിതൃ പാരമ്പര്യവും അടുത്തെങ്കിൽ വായിച്ചാട്ടെ. ഏതാ പാസ്റ്റർ? 1:18 and 19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്, ആ വീണ്ടെടുപ്പിൽ നമുക്കറിയാം വില നൽകി സ്വതന്ത്രരാക്കുന്ന ഒരു പ്രക്രിയയാണുള്ളത്. സ്തോത്രം. രണ്ട് പ്രധാന ആശയങ്ങളാണ് വീണ്ടെടുപ്പിലുള്ളത്. ഒന്ന്, ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാക്കുക. മറ്റൊന്ന്, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി, തൻ്റെ എന്താണ് പറയുന്നത്, ആ കടംപെട്ടിരിക്കുന്നത് കൊടുത്തു തീർത്ത് ശിക്ഷാവിധിയിൽ നിന്ന് വിമോചിപ്പിക്കുക. ഈ രണ്ട് പ്രധാന ആശയങ്ങളാണ് വീണ്ടെടുപ്പിനുള്ളത്. Redemption has these two major ideas. One, paying a price and purchasing a slave and sets him free now, that no one can claim any right upon that particular slave. So freeing of a slave by purchasing him or her. Second idea of redemption is paying the penalty and freeing a criminal from punishment. ഒരിടത്ത് വില കൊടുത്ത് അടിമയെ വാങ്ങി സ്വതന്ത്രയായി വിടുന്നു. മറ്റേത്, ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ ഫൈൻ കൊടുത്തിട്ട്, പെനാൽറ്റി കൊടുത്തിട്ട് ആ ആളിനെ കുറ്റ വിമുക്തനാക്കുന്നു, അല്ലെങ്കിൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇതേ ആശയം തന്നെയാണ് വിലയ്ക്ക് വാങ്ങുക എന്ന, വീണ്ടെടുപ്പ് എന്ന ആശയം തന്നെയാണ് ഇവിടെ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളതിനും. അപ്പോൾ യേശു തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി പാപത്തിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ അടിമത്വത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയായ ദൈവക്രോധത്തിൽ നിന്നും, രണ്ടിൽ നിന്നും നമ്മെ രക്തത്താൽ വിടുവിക്കുന്നതാണ് നമ്മെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗം. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മളെ സ്വതന്ത്രരാക്കിയിട്ട് പിതാവിന് വേണ്ടി നമ്മെ മാറ്റി നിർത്തുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേരുമ്പോൾ യേശു നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന ഭാഗം വ്യക്തമാകും. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? സ്തോത്രം. അപ്പോൾ വിശുദ്ധീകരിക്കുന്നവൻ
നമ്മൾ കണ്ടു കർത്താവായ യേശു എങ്ങനെയെന്നും നമ്മൾ കണ്ടു. ക്രൂശിലാണ് ആ കാര്യം നിവർത്തിക്കുന്നത്. അതോടൊപ്പം എ പെർപെച്വൽ സാങ്ക്ടിഫിക്കേഷൻ, തുടർമാനമായ ഒരു വിശുദ്ധീകരണം നമ്മിൽ ആവശ്യമുണ്ട്. സ്തോത്രം. 2 തരം പാപങ്ങളിൽ നിന്നാണ് നമുക്ക് വിശുദ്ധീകരണം ആവശ്യമുള്ളത്. We need sanctification from 2 types of sins. One, committed sins. Second, inherent and indwelling sins. Committed sins and inherent or indwelling sins. 2 തരം പാപങ്ങൾ. ഒന്ന്, നമ്മൾ ചെയ്ത പാപങ്ങൾ. നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് നമുക്ക് വിശുദ്ധീകരണം വേണം. അതിനെ ഫൊർഗിവ്നെസ് എന്നാണ് പറയുക. ചെയ്ത പാപങ്ങളിൽ നിന്ന് ഉള്ള വിമോചനത്തിന് അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് ക്ഷമ, ഫൊർഗിവ്നെസ് എന്ന പദമാണ്, എന്ന ആശയമാണ് കൂടുതൽ അഭികാമ്യം. എന്നാൽ രണ്ടാമത്തേത് നമ്മിൽ വസിക്കുന്ന പാപങ്ങൾ. ആദാമ്യ സന്തതി എന്ന നിലയിൽ നമ്മിൽ വസിക്കുന്ന പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരണം വേണം. അവയ്ക്ക് ക്ഷമയല്ല വേണ്ടത്. ക്ഷമ വേണ്ടത് ചെയ്ത പാപങ്ങൾക്കാണ്. ആദാമ്യ പാപം പൊതുവായി മനുഷ്യരുടെ പാപം. അതിനെ പാപം എന്ന ഏകവചനത്താൽ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ആദാമ്യ പാപത്തിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായിത്തീരുന്നു. യേശുക്രിസ്തുവിൽ അങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ആദാമ്യ പാപത്തിൽ നിന്നുള്ള വിമോചനം. രണ്ടാമത്, ആ ചെയ്തു പോയ പാപങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചതിന് ശേഷവും നമ്മിൽ എന്തു വസിക്കുന്നുണ്ട്? പാപം. നമ്മുടെ പ്രകൃതത്തിൽ പാപമുണ്ട്. സ്തോത്രം. നമ്മുടെ സ്വഭാവത്തിൽ പാപമുണ്ട്. നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങളിൽ പാപമുണ്ട്. ഈ പാപങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് വിമോചനം വേണം. സത്യത്തിൽ ഇങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നതിനെയാണ് ഈ പ്രായോഗിക വിശുദ്ധീകരണം അല്ലെങ്കിൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. So progressive sanctification is majorly a deliverance from the inherent indwelling sinful nature. Sinful nature. They have not yet come, or they have not yet taken the form of sins in doing, committing. അത് നമ്മുടെ അകത്തിങ്ങനെ കിടക്കുക. പക്ഷേ അത് പാപം പ്രവൃത്തിയായി വെളിപ്പെട്ടിട്ടില്ല. പ്രവൃത്തിയായി വെളിപ്പെട്ടിട്ടില്ല എന്ന് കരുതി
നമ്മൾ പാപമില്ലാത്തവർ അല്ല. നമ്മിൽ പാപം വസിക്കുന്നു. ഒന്ന് രണ്ട് തെളിവുകൾ തരാം. പലതുണ്ട്, ഒന്ന് രണ്ടെണ്ണം മാത്രം. പത്രോസിന്റെ ഒന്നാം ലേഖനം, ഫസ്റ്റ് പീറ്റർ 1:23, 1:23. 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇനിയും 2:1 വായിച്ചാട്ടെ. 2:1. ആകയാൽ സകല ദുഷ്ടതയും നിൽക്കണേ സാലി സിസ്റ്റർ, ഒന്ന് നിൽക്കണേ. 1:23 നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആകയാൽ, വീണ്ടും ജനിച്ചവരാകയാൽ എന്തു വേണം? ഇനി തുടർന്ന് വായിച്ചാട്ടെ. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കണ്ടോ? വീണ്ടും ജനിച്ചവരിലും കാണപ്പെടുന്ന 5 വിധമായ പാപങ്ങളുടെ പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 5 മാത്രമല്ല, അവിടെ പേരത്ര പറഞ്ഞുള്ളൂ എന്ന് മാത്രം. വീണ്ടും ജനിച്ചതുകൊണ്ട് ഈ പാപം നമ്മിൽ ഇല്ലാതെ ആകുന്നില്ല. എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, a sanctified, positionally sanctified Christian, a justified Christian, still will have these sins indwelling in him. And always these indwelling sins trying to conquer his spirit. And that is the very struggle we have in our Christian life. But a born-again Christian will strictly be needing a deliverance or a freedom or a sanctification from these indwelling sins. വീണ്ടും ജനിച്ച ഒരു ദൈവഭക്തൻ, വചനത്താൽ വീണ്ടും ജനിച്ചതാ. രോഗസൗഖ്യം മാറാൻ കൈപൊക്കിയതോ യോഗത്തിന് വന്നതുകൊണ്ട് കൈപൊക്കിയതോ ഒന്നുമല്ല. വചനത്താൽ, 1 പത്രോസ് 1:23 പറഞ്ഞ വചനത്താലുള്ള വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ അകത്തും അവിടെ പറയപ്പെട്ടതുപോലെയുള്ള പാപപ്രകൃതങ്ങൾ ഉണ്ട്. ആ പാപപ്രകൃതങ്ങൾ എപ്പോഴും വചനത്താൽ വീണ്ടും ജനിച്ച പുതുമനുഷ്യനോട് പോരാടിക്കൊണ്ടിരിക്കും. ഈ പാപങ്ങളെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡാഭിലാഷം എന്ന് വിളിക്കാം. ഈ വീണ്ടും ജനിച്ച പുതുമനുഷ്യനെ ആത്മാഭിലാഷമെന്നും വിളിക്കാം. ഗലാത്യർ 5:16-17 ഞാൻ ഈ പറയുന്നത്. അപ്പോൾ വീണ്ടും ജനിച്ച ഒരുവനിൽ ഇത് രണ്ടും ഉണ്ട്. എന്ത്? ജഡാഭിലാഷവും ആത്മാഭിലാഷവും. വീണ്ടും ജനിച്ചിട്ടില്ലാത്ത ഒരുവനിൽ ജഡാഭിലാഷം മാത്രമേ ഉള്ളൂ. അവനിലെ ആത്മാവ് മൃത അവസ്ഥയിലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുവനിൽ ഒരു സ്ട്രെയിൻ, ഒരു സ്ട്രഗിൾ, ഒരു സ്ട്രൈഫ് ഇല്ല. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരുവനിൽ ആത്മാവ് മരണപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവനിൽ ജഡ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അവന്റെ അകത്ത് ഈ സംഘർഷമില്ല, ഈ മൽപ്പിടുത്തമില്ല.
ഈ ആത്മാവിൻ്റെ പോരാട്ടം ഇല്ല. അതേസമയം വചനത്താൽ വീണ്ടും ജനിച്ച ഒരുവനിൽ ആത്മാവ് ഉദ്ദീപിപ്പിക്കപ്പെടുന്നു, ജീവിപ്പിക്കപ്പെടുന്നു. ആത്മാവ് ആക്റ്റീവ് ആകുന്നു, എലൈവ് ആകുന്നു. പഴയ പുള്ളി, പാപം, ജഡം എല്ലാം അകത്തുണ്ട് താനും. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരുവനിൽ ഇവ തമ്മിൽ പോരാട്ടമാണ്. ഈ പോരാട്ടത്തെയാണ് ആത്മീയ പോരാട്ടം എന്ന് വിളിക്കുന്നത്. ആത്മീയ പോരാട്ടം. സ്പിരിച്വൽ വാർഫെയർ ഈസ് ദിസ് സ്ട്രഗിൾ മെയിൻലി. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആത്മാവിനോട് പോരാടുന്ന 1 പത്രോസ് തന്നെ 2:10-11 കൂടെ ഒന്ന് വായിച്ചോളൂ. 2:1 നമ്മളിപ്പം വായിച്ചത്, 2:10-11 കൂടെ. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കർണം ലഭിക്കാത്തവർ, ഇപ്പോഴോ കർണം ലഭിച്ചവർ തന്നെ. അടുത്ത വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. കണ്ടോ, നമ്മൾ ആരാ? വീണ്ടും ജനിച്ചതുകൊണ്ട് 1:23 വചനത്താൽ വീണ്ടും ജനിച്ചവർ. 1 പത്രോസ് 2:2 നമ്മൾ കണ്ടു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരേണ്ടവർ. 1:23 വീണ്ടും ജനിച്ചത് കൊണ്ട് 2:2 വന്നപ്പോൾ നമ്മൾ ശിശുക്കളാണ് ഇപ്പോഴും. 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജനമാണ്, ഇപ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെട്ടവരാണ്. 11-ാം വാക്യത്തിൽ നമ്മൾ പ്രവാസികളും പരദേശികളുമാണ്. പ്രവാസികളും പരദേശികളും. നമ്മോട് ഉള്ള പോരാട്ടം കണ്ടോ? 11-ാമത്തെ വാക്യത്തിൽ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. കണ്ടോ? 2:1 പറഞ്ഞ പാപപ്രകൃതങ്ങൾ 2:11 വന്നപ്പോൾ പറയുന്നു നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ഇത് രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ഉണ്ട്. പക്ഷേ അവയിൽ നിന്നും നമുക്ക് വിമോചനം വേണം, വിശുദ്ധീകരണം വേണം. അതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒന്ന്, ചെയ്തു പോയ പാപങ്ങളുടെ ക്ഷമ എന്ന വിശുദ്ധീകരണം. 2, രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മിൽ വസിക്കുന്ന പാപ സ്വഭാവങ്ങളുടെ മേലുള്ള വിജയം, അവയെ വിജയിക്കുന്ന, അതിൻ്റെ സ്വാധീന ശക്തിക്ക് കീഴ്പ്പെടാതിരിക്കുന്ന, അവയെ അടിമപ്പെടുത്തുന്ന വിശുദ്ധീകരണം എന്ന പ്രായോഗിക വിശുദ്ധീകരണം.
രക്ഷിക്കപ്പെട്ട നമ്മൾ എല്ലാവരിലും ഈ ഒരു സ്ട്രഗിൾ ഇല്ലേ? സ്തോത്രം. പല സമയത്തും പഴയ മനുഷ്യൻ ഇങ്ങനെ തലപൊക്കി വരും. അവനെ ഉരിഞ്ഞു കളയണം. സ്തോത്രം. പൗലോസ്ലീഹ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അതിനു വേണ്ടി എടുക്കുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെയും പലപ്പോഴും വായിച്ചിട്ടുള്ള കൊലോസ്യ ലേഖനം 3-ാം അധ്യായമാണ്. കൊലോസ്യർ 3:5. കൊലോഷ്യൻസ് 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. ആരോടാ പറയുന്നേ? രക്ഷിക്കപ്പെട്ടവരോടോ പെടാത്തവരോടോ? പെട്ടവരോട്. 4-ാം വാക്യത്തിലുണ്ട്, നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും നമ്മളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. കർത്താവിനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടാനിരിക്കുന്ന ജനതയോടാണ് 5-ാം വാക്യം പറയുന്നത്. സ്തോത്രം. അവിടെ 5 തരം പാപങ്ങളെ പറ്റി പറയുന്നു. അതിനെ എന്ത് ചെയ്യണമെന്നാ? Put to death. Put to death. മരിപ്പിപ്പീൻ. Put to death. അടുത്ത വാക്യങ്ങളിലുണ്ട് put off. വിട്ടുകളവീൻ എന്നാണ് അടുത്തത്. അവിടെയുണ്ട് 5 കാര്യങ്ങൾ. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവി. വിട്ടുകളവീൻ. പുട്ട് അവേ, പുട്ട് ഓഫ്, പുട്ട് ടു ഡെത്ത്. മരിപ്പിപ്പീൻ എന്ന് 5-ാം വാക്യത്തിൽ 5 കാര്യങ്ങൾ. വിട്ടുകളവീൻ എന്ന് 5 കാര്യങ്ങൾ 8-ാം വാക്യത്തിൽ. ഇങ്ങനെ താഴോട്ടുണ്ട്. തെളിവിന് വേണ്ടി 1-2 എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മിൽ ഇപ്പോഴും പാപത്തിന്റെ വാസം ഉണ്ട്. പക്ഷേ നമ്മിൽ പാപത്തിന്റെ വാഴ്ച ഉണ്ടാകരുത്. വാസമുണ്ട്, എന്തുണ്ടാകരുത്? വാഴ്ച ഉണ്ടാകരുത്. റോമർ 6:12 വാക്യം. റോമൻ 6:12. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനിയും വാഴരുത്. വാഴരുത്. സ്തോത്രം. വാസമുണ്ട്, വാഴ്ചയരുത്. അപ്പോൾ നമ്മിൽ വസിക്കുന്ന പാപം നമ്മുടെ മേൽ വാഴ്ച നടത്താതെ അതിനെ അടിമപ്പെടുത്തി പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് പ്രായോഗിക വിശുദ്ധീകരണം. So progressive sanctification is the very process by which we put to death the sins indwelling in us by starving them, letting them die in starvation. അതിന് നമുക്ക് ദൈവവചനം
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ, ഇതെല്ലാം ആവശ്യമാണ്. 1 യോഹന്നാൻ 2:1-2 വാക്യങ്ങൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളത്. നമ്മൾ പാപം ചെയ്യാതിരിപ്പാൻ യോഹന്നാൻ എഴുതിയിരിക്കുന്നു. പക്ഷേ പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ, പാരാക്ലിറ്റെ, വക്കീൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. സ്തോത്രം. ഇങ്ങനെ ഈ പ്രായോഗിക വിശുദ്ധീകരണത്തിൽ, പുരോഗമനപരമായ വിശുദ്ധീകരണത്തിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും വേണം. അത് വേർപാടിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമ്മിൽ വസിക്കുന്ന പാപങ്ങളെ നമുക്ക് പെറുക്കി പുറത്ത് കളയണം. 2, പുറമേയുള്ള പാപങ്ങളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കണം. ഈ വിശുദ്ധീകരണത്തിന്റെ 2 പ്രധാന മുഖങ്ങളാണ്. ഒന്ന്, ഓക്കെ, ഒരു ചോദ്യം വന്നിരുന്നു. ഒന്ന്, ഓക്കെ, ഡിഡ് യു ഗെറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻഹെറൻറ്റ് സിൻ? Okay, there was a question. Now, I thought I would address it at the last stage, but okay, I will do it in private. ഒരു ചോദ്യം നേരത്തെ വന്നിരുന്നു. പറഞ്ഞ കാര്യം ഒന്നും കൂടെ ആവർത്തിക്കാനായിട്ടായിരുന്നു. ഇൻഹെറന്റ് സിൻ, നമ്മിൽ വസിക്കുന്ന പാപത്തെക്കുറിച്ച്. ചോദ്യകർത്താവ് പോയി. അവർക്ക് അവിടെ സഭായോഗമുണ്ട്, അതിന് പോകാൻ സമയമായതുകൊണ്ട് ഇറങ്ങിയത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു വന്നത് പ്രായോഗികമായ വിശുദ്ധീകരണത്തിന് 2 മുഖങ്ങൾ. ഒന്ന്, നമ്മിൽ വസിക്കുന്ന പാപങ്ങളെ നമുക്ക് നമ്മിൽ നിന്നും മാറ്റണം. സ്തോത്രം. 2, ബാഹ്യമായ പാപങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. ഞാൻ പലപ്പോഴും ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ കാണും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഇരിക്കാൻ ചെല്ലുമ്പോൾ സീറ്റിൽ അശുദ്ധി കണ്ടാൽ നമ്മൾ അവിടെ ഇരിക്കത്തില്ല, നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവും. നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാനും പോകത്തില്ല. എന്നാൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അതേ അശുദ്ധി വീട്ടിൽ കണ്ടാലോ? ബസ്സിൽ നിന്ന് മാറിപ്പോയതുപോലെ വാ കൊച്ചെ ഇവിടെല്ലാം അഴുക്കാന്നും പറഞ്ഞ് പിള്ളേരുടെ കയ്യും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തൊന്നുമില്ല. എത്ര ക്ഷീണിച്ച് വന്നവരാണെങ്കിലും നമ്മൾ വീട് വൃത്തിയാക്കും. ഇത് തന്നെ. ഒന്നാമത് അശുദ്ധി പുറത്തായിരുന്നു, അത് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി. Get away, keep ourselves away from unclean, sinful situations or sins. That is about the external thing.
But what happens if sins are within? We need to be cleansed from those indwelling sins. ഇപ്പൊ ഈ രണ്ട് രീതികളിൽ മാറേണ്ടിടത്ത് നിന്ന് മാറിയും മാറ്റേണ്ടതിനെ മാറ്റിയും കൊണ്ട് പ്രായോഗിക വിശുദ്ധീകരണത്തിൽ തികഞ്ഞവരായി മുൻപോട്ട് പോകേണ്ടതിന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു നമ്മെ എങ്ങനെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല എന്ന് കരുതട്ടെ. ഇപ്പൊ നമ്മളെ യേശു വിശുദ്ധീകരിക്കുന്നു തൻ്റെ രക്തത്താൽ. 2, by his perpetual mediatorship as the high priest. 1, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ യേശു ക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നു. 2, യേശുക്രിസ്തുവിൻ്റെ തുടർമാനമായ മഹാപുരോഹിത ശുശ്രൂഷയാലും അവൻ നമുക്ക് പ്രായശ്ചിത്തം ആകുന്നു. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ 2 രീതികളിൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. അതാണ് നമ്മൾ 1 യോഹന്നാൻ 2:2 പലപ്പോഴും വായിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് വായിപ്പിച്ചില്ല എന്നേ ഉള്ളൂ പറഞ്ഞു വിട്ടത്. രക്തത്താലുള്ള ശുദ്ധീകരണവും മഹാപുരോഹിത ശുശ്രൂഷയാലുള്ള ശുദ്ധീകരണവും 2 രീതിയിലും ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിലിവിടെ ഏറ്റവും പ്രധാനമായ പ്രതിപാദനം 1-ാമത്തേതിനാണ്. അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, അടുത്ത വാക്യങ്ങളിലേക്ക് തന്നെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്താൽ ഉളവാകുന്ന വിശുദ്ധീകരണത്തെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും തൻ്റെ തുടർമാനമായ മഹാപൗരോഹിത്യത്താലും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായി നമ്മുടെ കർത്താവിനോട് കൂടെ തേജസ്സിൽ വാഴേണ്ടതിനുള്ള പ്രത്യാശയാൽ നിറഞ്ഞ് മുൻപോട്ട് നമ്മുടെ ജീവിതം കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.